ഒരു ദിവസം ശന്തനു മഹാരാജാവ് നായാട്ടിന് പോയി. അദ്ദേഹം യമുനാതീരത്തെത്തി. അവിടെയെല്ലാം ഹൃദ്യമായ കസ്തൂരി ഗന്ധം പരന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ ഗന്ധം എവിടെ നിന്ന് വരുന്നുവെന്ന് ആശ്ചര്യപ്പെട്ട രാജാവ് അതിൻ്റെ ഉറവിടം തേടി ചുറ്റി നടന്നു. പുഴക്കടവിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് ഈ ഗന്ധം പുറപ്പെടുന്നതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവൾ അപ്സരസിനെപ്പോലെ സുന്ദരിയായ ഒരു ദിവ്യകന്യകയായിരുന്നു. രാജാവ് അവളുടെ അടുത്തെത്തി മധുരമായി ചോദിച്ചു, ഹേ മനോഹരി, നീ ഏതാണ്? നിന്റെ അച്ഛൻ ആരാണ്? അപ്പോൾ സത്യവതി പറഞ്ഞു, ഞാൻ ഒരു മുക്കുവ പെണ്ണാണ്. എൻ്റെ പേര് സത്യവതി എന്നാണ്. എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ മുക്കുവരുടെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ തോണി കടത്തുകയാണ്. അവളുടെ മധുരമായ സംഭാഷണവും അന്യോന്യമായ സൗന്ദര്യവും അതിലുപരിയായി അവളിൽ നിന്ന് നിർഗമിച്ചിരുന്ന സുഗന്ധവും ശന്തനുവിനെ ആകർഷിച്ചു. അവൾ ദാസകന്യയാണെങ്കിലും ദേവകന്യയെപ്പോലെ രാജാവിന് തോന്നിയത്. ശന്തനു അവളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം വീട്ടിലെത്തി അച്ഛനായ മുക്കുവ തലവനെ കണ്ടു. രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുക്കുവൻ ഭയസംഭ്രമങ്ങളോട് ചാടി എണീറ്റ് രാജാവിനെ താണുകൂപ്പി ആദരവോടെ നിന്നു. രാജാവ് ചോദിച്ചു, അങ്ങയുടെ മകളെ എനിക്ക് നൽകുമോ? മുക്കുവന് രാജാവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുക്കുവനായി തൻ്റെ മകളെ വേൾക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നുവെന്നോ? എന്തു പറയണമെന്നറിയാതെ അല്പനേരം അവൻ മൗനിയായി നിന്നു. പിന്നീട് അവൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നാടുവാഴുന്ന രാജാവിനേക്കാൾ ഉന്നതനായ ഒരാളെ എൻ്റെ മകൾക്ക് ഭർത്താവെ ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിക്കാം. പക്ഷേ എന്നാൽ അങ്ങ് എന്നോടൊരു ശപഥം ചെയ്യണം. ഇവൾക്കുണ്ടാകുന്ന പുത്രനെ അങ്ങ് രാജാവാക്കണം. മറ്റ് ആർക്കും രാജ്യം നൽകാൻ പാടില്ല. ശന്തനു മഹാരാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. മുക്കുവ പെണ്ണിൽ അമിതമായ അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ പൊന്നോമന പുത്രനായ ദേവവ്രതനെ അഥവാ ഭീഷ്മരെ രാജാവാക്കാതെ മറ്റൊരാളെ രാജാവാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം മുക്കുവനോട് ഒന്നും പറയാതെ ദുഃഖത്തോടെ രാജധാനിയിലേക്ക് മടങ്ങി. രാജാവിൻ്റെ ഹൃദയം മുഴുവനും മുക്കുവപ്പെണ്ണിലായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഭീഷ്മരെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ എപ്പോഴും മുഖത്ത് ഒരു നിരാശ മാത്രമായിരുന്നു. അച്ഛൻ്റെ മനസ്സിനെ എന്തോ കാര്യം മതിക്കുന്നുണ്ടെന്ന് ബുദ്ധിമാനായ ദേവവ്രതൻ മനസ്സിലാക്കി. ഒരു ദിവസം അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പതിവുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അച്ഛൻ ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അങ്ങയുടെ ആദിക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാലും. പക്ഷേ അദ്ദേഹത്തിന് ആ കാരണം പറയാൻ കഴിഞ്ഞില്ല. ദേവവ്രതൻ മന്ത്രിമുഖ്യനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ് ഭീഷ്മർ സത്യവതിയുടെ അച്ഛനെ കാണാൻ ചെല്ലുന്നു. ശന്തനുവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭീഷ്മരോടും പറയുന്നു. ഭീഷ്മർ ദാസനോട് സത്യം ചെയ്യുന്നു, അങ്ങയുടെ പുത്രി ജനിക്കുന്ന പുത്രൻ തന്നെ ഞങ്ങളുടെ രാജാവാകും. എങ്കിലും ദാസന് പിന്നെയും ഒരു സംശയം. അങ്ങ് ചെയ്ത സത്യം പരിപാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തൃപ്തനുമാണ്. എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പുത്രി വാത്സല്യം കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഭയം അങ്ങയുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. ഭവാന്റെ സന്താനങ്ങൾ സിംഹാസനത്തിനു വേണ്ടി അവകാശം പുറപ്പെടുവിച്ചാലുള്ള സ്ഥിതി എന്താണ്? അതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. ഇത് കേട്ട ഭീഷ്മർ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പ്രിയത്തിനു വേണ്ടി ഈ ക്ഷത്രിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാനിതാ മറ്റൊരു പ്രതിജ്ഞ കൂടി ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. ഇത് സത്യം